ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആ ചോദ്യങ്ങളുമായിട്ടാണ് മാഷ് വന്നിരിക്കുന്നത്. സെറ്റാക്കുക, ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഉത്തരം കണ്ടുപിടിച്ച് റെഡിയാക്കി നിന്നേക്കുക. തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. താനൊരു ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? കാരണം ആദ്യം കവിക്കൊരു തെറ്റുപറ്റി, പൂവിനെ പറ്റിയുള്ളൊരു വിലയിരുത്തലിൽ. പിന്നീട് പൂവിൻ്റെ കുറേ നന്മ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം തെറ്റുപറ്റിയത് എന്താണ്, തിരിച്ചറിഞ്ഞ നന്മ എന്താണ്? ഇത് കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം സെറ്റാണ്. താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ്? പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമാണോ? കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കഥാപാത്ര നിരൂപണം. നീലകണ്ഠൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അനുതാര, നീലകണ്ഠൻ. അനുതാരക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് നീലകണ്ഠൻ സഹായിക്കുന്നത്, ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അനുതാരയുടെ കണ്ണുകളെ മയിൽപീലിയോട് സാദൃശ്യപ്പെടുത്തുന്നത്, അനുതാരക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത്, അവസാനം തനിക്കൊരു അപകടം വന്നപ്പോൾ അതിനെ മറ്റുള്ളവർക്കൊന്നും പങ്കുവെക്കാതെ സ്വയം സഹിച്ച് മാറിപ്പോകുന്നൊരു നീലകണ്ഠനെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഉത്തരത്തിനകത്ത് എഴുതി വെച്ചേക്കുക. ദെൻ വീടും പറമ്പും ഗോപൻ്റെ ഷെയറാണ്. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. ഇന്നത്തെ കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് നമ്മുടെ തിരക്കഥയിൽ തിങ്കളാഴ്ച നല്ല ദിവസം ദൃശ്യമായിട്ടുള്ളത്. ഉപന്യാസം തയ്യാറാക്കുക. വാർദ്ധക്യ സഹജമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ശരണാലയം, വൃദ്ധസദനങ്ങളുടെ എണ്ണം, കുട്ടികളുടെ മനോഭാവം, ഇതെല്ലാം നമ്മുടെ ഉത്തരത്തിനകത്ത് എന്ത് ചെയ്യണം? കടന്നു വരണം. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, കഥയിലെ നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റ് കഥാപാത്രങ്ങളുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് അമ്മ എന്ന് പറയുന്ന ഏതമ്മ? നമ്മുടെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പറയുക. അവർക്കുണ്ടായ ഒരു രസകരമായ അനുഭവം അവർ പങ്കുവെക്കുന്നുണ്ട്. ഉറക്കം തൂങ്ങിയിരുന്ന സമയത്ത് ഗ്രീൻ റൂമിലേക്ക് അവർ ചെന്ന് നോക്കിയ സമയത്തുണ്ടായ ഒരു സംഭവം, കുഴിയിലേക്ക് വീണപ്പുണ്ടായ സംഭവം ഓർമ്മയുണ്ടല്ലോ, എഴുതി വെച്ചോളുക. ദെൻ നെക്സ്റ്റ്, 2 കടങ്ങളും ജീവിതത്തെ വലിയ കടപ്പാടുകളാണ്. 2 കടങ്ങൾ, യേശുദാസിൻ്റെ ആ 2 കടങ്ങൾ ഏതെല്ലാമാണ്? യേശുദാസിനെ ഇന്ന് കാണുന്ന യേശുദാസാക്കി തീർത്ത ഒരു അനുഭവക്കുറിപ്പ് യേശുദാസ് ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? അതും എന്ത് ചെയ്യുക? ഒന്ന് പങ്കുവെക്കുക. സെറ്റാണല്ലോ. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് രാത്രിയുള്ള ലൈവ് ക്ലാസ്സിൽ, ഇത് കൂടാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനെയും കൂട്ടി കൃത്യം 7 മണിക്ക് എന്ത് ചെയ്യുക? ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.